പ്രൈസ് ദ ലോർഡ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ? എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയെപ്പറ്റി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രാർത്ഥന എന്നാൽ അത് നിരാശയുടേതല്ല, ഉച്ചത്തിലുള്ളതല്ല, ആവർത്തനവുമല്ല, മറിച്ച് നമ്മുടെ കണ്ണിൽ കാണുന്നതും നാം അനുഭവിക്കുന്നതുമായ കാര്യങ്ങളിൽ യോജിച്ചു നിൽക്കാതെ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ ചെയ്തു പൂർത്തീകരിച്ച ആ പ്രവൃത്തിയിൽ നാം വിശ്വസിക്കുക. നമ്മുടെ വീട്ടിലെ നിശബ്ദതയിൽ നമ്മുടെ വേദനകളും നിരാശകളും പറഞ്ഞും ചിന്തിച്ചും ഇരിക്കാതെ, അതേ, യേശു എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ ഇന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥനായി ഇരിക്കുന്നു എന്ന സത്യം, താൻ പ്രഖ്യാപിച്ച കാര്യങ്ങൾ സത്യമാണ്, സ്ഥിരമാണ്, സജീവമാണ്. ആയതിനാൽ നമുക്കത് ഏറ്റുപറയാം. ആ സത്യങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ സ്വർഗം ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തെ ചലിപ്പിക്കുന്നതല്ല, താൻ പറഞ്ഞ സത്യങ്ങളെ ചലിപ്പിക്കുന്നതാകട്ടെ. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ വലിയ യാഥാർത്ഥ്യത്തിനു മുമ്പിൽ ഇവിടെ വലുതും ചെറുതുമായ പ്രശ്നങ്ങൾ തലകുനിക്കാൻ തുടങ്ങും. വഴികളും വാതിലുകളും തുറക്കാൻ തുടങ്ങും. നാം അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ മുട്ടുമടക്കാൻ തുടങ്ങും. ആയതിനാൽ സ്വർഗത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന ദൈവത്തെ ചലിപ്പിക്കാനുള്ളതല്ല, ദൈവം പറഞ്ഞ സത്യങ്ങളിൽ ചലിക്കുന്നതാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കൂ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.